അനന്തകൃഷ്ണൻ അനന്തകുമാറിന്റെ ബെനാമിയാണ് എന്ന് സംശയിക്കുന്നു. അനന്തകൃഷ്ണനൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടതിൽ നുണ പറയുകയാണ് അനന്തകുമാർ. അനന്തകൃഷ്ണൻ വലിഞ്ഞു കയറി വന്നു എന്നാണ് അനന്തകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. പ്രധാനമന്ത്രി കൂടിക്കാഴ്ച അനുവദിച്ചത് സായിഗ്രാമിനാണ്. അനന്തകൃഷ്ണൻ ആരോ വഴിയെത്തി, എങ്ങനെയെന്നറിയില്ല എന്നും അനന്തകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത ദിവസം അത് തിരുത്തി. താനും അനന്തകൃഷ്ണനും ചേർന്നാണ് പ്രധാനമന്ത്രിയെ കണ്ടെന്ന് അനന്തകുമാർ തിരുത്തി പറഞ്ഞു. അദ്ദേഹം ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സായിഗ്രാമത്തിന്റെ പരിപാടികൾക്കൊക്കെ വരുമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടി വന്നപ്പോൾ അയാൾക്കും കൂടെ ചാൻസ് വേണം, നമ്മൾ പോണു എന്നുള്ള അറിഞ്ഞപ്പോൾ അയാൾക്കും കൂടെ ഒരു ചാൻസ് വേണമെന്ന് പറഞ്ഞു. അതിന്റെ ബാനറിലാണ് നമ്മളത് അയാൾ നമ്മുടെ ഒപ്പം വന്നത്. അതായത് ഈ അനന്തകൃഷ്ണൻ പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ താങ്കളാണ് അതിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത് അല്ലേ? അതെ അതെ അതെ. NGO കോൺഫറൻസിന് വേണ്ടിയിട്ട് അന്ന് മറ്റേ മോദിനെ കണ്ടത് കൊച്ചിയിൽ വെച്ചാണോ സാറേ? അല്ല, ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തില്. അതിന് വഴിയൊരുക്കിയത് രാധാകൃഷ്ണനാണോ ഇതാക്കിയത്? BJP നേതാക്കള് ആരോ പറഞ്ഞിട്ടാണ് നമ്മളെടുത്തത്. ആണല്ലേ? അത് ഈ കോൺഫറൻസിന്റെ ഭാഗമായിട്ടായിരിക്കൂലേ കണ്ടിട്ടുണ്ടാവുക? അല്ലല്ലല്ലല്ല, നമ്മള് കണ്ടത് സായി ട്രസ്റ്റിന് കിട്ടിയ ഇന്റർവ്യൂ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആരോ പറഞ്ഞത് കാരണം നമ്മള് പിന്നെ ഇടിച്ചു കയറിയവൻ അത്രേ ഉള്ളൂ. അങ്ങനെയാണല്ലേ? സായിഗ്രാമത്തിന് വേണ്ടി കണ്ടതാണല്ലേ? പിന്നെ എനിക്ക് കിട്ടിയ ഇന്റർവ്യൂ ആണ്. ഓ, അത് ശരി. അതെങ്ങനെ അറിഞ്ഞിട്ട് വേറെ ആളെ കൊണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്യിച്ചിട്ട് അകത്ത് കയറിയതാണ്. BJP ഏതോ നേതാവ് പറഞ്ഞിട്ട് തന്നെ കൊടുത്തത്. TV പ്രസാദുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സംശയമുയർന്നതാണ്. ആനന്ദകുമാറാണ് മുഖ്യ സൂത്രധാരൻ, മാസ്റ്റർ മൈൻഡ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണനെ ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് അങ്ങനെയൊന്നും വലിഞ്ഞു കയറി ചെല്ലാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ സാധിക്കില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഇത് കൃത്യമായി സായിഗ്രാമിന്റെ പേരിൽ തന്നെയല്ലേ അനന്തകൃഷ്ണനും ഈ പരിപാടിയിലേക്ക് കയറിയത്? അശ്മതി, ഇപ്പോൾ ആനന്ദകുമാർ ഒരുപാട് തട്ടിപ്പ് പറയുന്നു, കള്ളം പറയുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ കേട്ടത് അരുൺകുമാർ 7-ാം തീയതി രാവിലെ കോഫി വിത്ത് അരുണിൽ സംസാരിക്കുന്നതാണ്. അതിൽ സംസാരിച്ച സമയത്ത് നമ്മൾ കേട്ടതുപോലെ വ്യക്തമായി പറഞ്ഞു സായിഗ്രാമിന് വേണ്ടിയാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. അന്ന് അനന്തകൃഷ്ണൻ തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ തൊട്ട് തലേ ദിവസം, അതായത് 6-ാം തീയതി വൈകിട്ട് പറയുകയാണ്, ചോദിച്ച സമയത്ത് പറയുന്നു ഈ പോയത് താൻ മാത്രമാണ് പോയത്, അവൻ എങ്ങനെയാണ് അതിലേക്ക് കയറി പറ്റിയതെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഇതൊരേ മനുഷ്യർ, അതായത് തൊട്ടടുത്തടുത്ത ദിവസങ്ങളിലാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതായത് ആനന്ദകുമാറിന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുണ്ട്. അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് കാര്യമായ ഇടപാടുകളിൽ പങ്കാളിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമം അത് ആനന്ദകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ചില കാര്യങ്ങൾ അടുത്ത ദിവസം മാറ്റി പറയുന്നതിലൂടെ വ്യക്തമാകുന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണിത്. വലിഞ്ഞു കയറി വന്നതാണെന്ന് ആദ്യ ദിവസം പറഞ്ഞ് അതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ 12 മണിക്കൂർ പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് തന്റെ കൂടെ തന്നെ വന്നതാണ് എന്ന് ആനന്ദകുമാർ പറയുകയാണ്. സ്മൃതി. ശരി പ്രസാദ്, ഇപ്പോൾ ആനന്ദകുമാറിനെയും പ്രതി ചേർക്കുമെന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്ന ഘട്ടത്തിലാണ് ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ കൂടി TV പ്രസാദ് നൽകുന്നത്.